ഗൈസ്, അപ്പം ഞാനിവിടെ കാളി മെഷീൻ്റെ അകത്ത് ഞാനൊരു എക്സ്പ്ലോയിറ്റ് ഇവിടെ റൺ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പം അതേപോലെ തന്നെ ഞാൻ എൻ്റെ വിൻഡോസ് മെഷീൻ്റെ അകത്ത് ഞാനൊരു ഇമേജ് ഫയൽ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇമേജ് ഫയൽ ഞാൻ ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ കാളി മെഷീനിൽ എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പം ഇവിടെ നിന്ന് ഞാനിപ്പം ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തു. നമുക്കപ്പോൾ അവിടെ ഓൺ ദ സ്പോട്ടിൽ നമുക്കിവിടെ കാണാം ഒരു സെഷൻ ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് നോർമലി ഒരു ഇമേജ് എങ്ങനെ ലോഡായിട്ട് വരുന്നത് അതേപോലെ തന്നെ ഒരു ഇമേജ് ഓപ്പൺ ആക്കി വന്നതേ ഉള്ളൂ. ഒരു PNG ഫോർമാറ്റിലുള്ള ഇമേജാണ്. അപ്പോൾ ഞാനത് നോർമലി അത് ക്ലോസ് ചെയ്തു. കാരണം വെച്ചാൽ ഈ ഒരു ഇമേജ് എന്ന് വെച്ചാൽ ഒരു സാധാരണ ഒരു നോർമൽ ഇമേജ് അല്ല. ആ ഇമേജിൻ്റെ അകത്ത് ഈ ഒരു ബാക്ക്ഡോർ ആപ്ലിക്കേഷൻ കൂടി കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ ബാക്ക്ഡോർ ആപ്ലിക്കേഷൻ ആണ് ഈ ഇമേജിൻ്റെ കൂടെ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആയത്. അതുകൊണ്ടാണ് നമുക്കിവിടെ സെഷനിൽ നമുക്കിവിടെ ഓപ്പൺ ആയിട്ട് വന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് sysinfo എന്ന് പറഞ്ഞ കമാൻഡ് നമ്മൾ കൊടുത്ത സമയത്ത് നമുക്ക് ഈ നമ്മളെ വിൻഡോസ് മെഷീൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കാണിച്ചു തരുന്നത്. നമുക്കിവിടെ കാണാം വിൻഡോസ് 11 ആണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മളെ കാളി മെഷീനാണിത്. അപ്പം ഇതിനകത്ത് ഇനിയിപ്പം നമുക്ക് വേറെയും കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് ജസ്റ്റ് ഒരു കമാൻഡ് കൂടി ഇവിടെ റൺ ചെയ്ത് നോക്കാം. വർക്ക് ചെയ്യുമെന്ന് അറിയില്ല, എന്നാലും നമുക്ക് ജസ്റ്റ് നമുക്കൊരു VNC എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. റൺ VNC എന്ന് പറഞ്ഞ കമാൻഡ് നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇപ്പം നിങ്ങൾ നോക്കിയേ, ആ വിൻഡോസ് PC-ൻ്റെ അതേ സ്ക്രീനാണ് നമുക്കിപ്പം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതായത് ഞാനത് നമ്മൾ റിമോട്ട് ആക്സസ് എടുക്കുന്ന പോലെ ഞാൻ അതിൻ്റെ സ്ക്രീനിൻ്റെ ആക്സസ് എടുത്തതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ജസ്റ്റ് ഒരു ഇമേജാണ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇമേജ് ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ നമുക്കിതിനകത്ത് മൊത്തമായ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഞാനിപ്പം ജസ്റ്റ് വേറെ ഏതെങ്കിലും ഒരു സാധനം ഇപ്പോൾ എടുത്തതെന്ന് വെച്ചോ. അപ്പോൾ ഞാനിപ്പോൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തു. ഇതിൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ അകത്തും സെറ്റിങ്സ് കാര്യങ്ങളെല്ലാം ഓപ്പൺ ചെയ്ത് വരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ലൈവായിട്ട് എന്ത് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ കാളി മെഷീനകത്ത് ഈ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. ഇങ്ങോട്ട് ഞാൻ റിമോട്ട് ആക്സസ് എടുത്തു. അപ്പോൾ ഒരിക്കലും ഈ യൂസറിന് ഒരിക്കലും മനസ്സിലാവില്ല, അതായത് ഞാൻ അവരുടെ സ്ക്രീനിൽ ഞാൻ ഇവിടെ നിന്ന് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അവർ ജസ്റ്റ് ഈ ഇമേജ് ഓപ്പൺ ചെയ്തിട്ടേ ഉള്ളൂ. ഈ ഇമേജ് ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ആപ്ലിക്കേഷൻ എക്സിക്യൂട്ടായി. ആ ആപ്ലിക്കേഷനാണ് എനിക്ക് കാളി ലിനക്സിൻ്റെ ഉള്ളിൽ നമ്മളെ ആ സിസ്റ്റത്തിലേക്കുള്ള ആക്സസ് തന്നത്. ഇനി നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വെബ് ക്യാമറേൻ്റെ ആക്സസ് എടുക്കുന്നതാണെങ്കിൽ webcam_snap കൊടുത്ത് നോക്കാം. ആദ്യം നമുക്ക് ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രം എടുത്ത് നോക്കാം. അപ്പം അതായത് ഈ ഒരു വെബ് ക്യാമറേൻ്റെ ആക്സസ്സാണ് ഞാനിപ്പം ഇത് വിഷയിലെടുക്കാൻ പോകുന്നത്. ഇത് ഈ ഒരു കമാൻഡ് ഇവിടെ കൊടുക്കുക, എക്സിക്യൂട്ട് ചെയ്യുക. സ്റ്റാർട്ടിംഗ് എന്നുകൊണ്ട് കാണിക്കുന്നുണ്ട്. ഗോട്ട് ഫ്രെയിം, ഒരു ഫ്രെയിം കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഫ്രെയിം കിട്ടിയെന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് അതിൻ്റെ പാത്തും പറയുന്നുണ്ട്. റൂട്ടിൽ ഈ ഒരു JPEG ഫോർമാറ്റിലാണ് സംഭവമുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ റൂട്ട് ഫയലിലേക്ക് പോകുന്നതാണ്. അപ്പം റൂട്ടിൽ ആ ഒരു ഇമേജ് ക്യാപ്ചർ ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. കണ്ട ഇവിടെ ഒരു ഇമേജ്, ഇവിടെ പറഞ്ഞ ആ ഒരു ഇമേജ് ഇവിടെ ക്യാപ്ചർ ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം ആ ഇമേജ് ഇപ്പോൾ ക്യാപ്ചർ ചെയ്ത ഇമേജാണത്. അപ്പോൾ നിങ്ങൾക്ക് കൂടെ കാണാമല്ലോ നമ്മൾ എത്ര എളുപ്പത്തിലാണ് നമ്മൾ ഇതിൻ്റെ ആക്സസ് കാര്യങ്ങളെല്ലാം എടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് വേറെ ചെയ്യാൻ പറ്റിയ വേറൊരു കമാൻഡാണ് keyscan എന്ന് പറഞ്ഞിട്ടൊരു കമാൻഡ്. keyscan_start എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കമാൻഡ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ വിൻഡോസ് മെഷീൻ്റെ അകത്ത് എന്ത് കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കാളി മെഷീനിനകത്ത് ആ കാര്യങ്ങളെല്ലാം കിട്ടും. അപ്പോൾ അതിന് മുന്നേ നമുക്കിവിടെ കാണാൻ പറ്റും സ്റ്റാർട്ടിങ് ദ കീസ്ട്രോക്ക് സ്നൈഫർ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതായത് ഈ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്ത ടൈം മുതൽ അവിടുത്തെ കീസ്ട്രോക്ക് കാര്യങ്ങളെല്ലാം ക്യാപ്ചർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് എടുത്തിട്ട് തന്നെ വേണമെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് വേണമെന്നില്ല, നമുക്ക് ബ്രൗസർ എടുത്ത് നോക്കിയാലും മതി. നമ്മൾ ജസ്റ്റ് ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിൽ നമ്മൾ എന്തെങ്കിലും ഒരു പേര് നമ്മളിപ്പോൾ സെർച്ച് ചെയ്യുക. ഇപ്പോൾ Gmail എന്ന് പറഞ്ഞിട്ട് ഞാൻ സെർച്ച് ചെയ്തു. അതേപോലെ തന്നെ ഞാൻ എൻ്റെ പേര് കൊടുത്തു, എൻ്റെ സ്ഥലവും ഞാൻ കൊടുക്കുന്നു. ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഞാൻ സെർച്ച് ചെയ്യുന്നില്ല, ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ടേ ഉള്ളൂ. അത് എൻ്റർ ആക്കിപ്പോയി ഞാൻ. അതേപോലെ തന്നെ ഇനി നമ്മൾ സെർച്ച് ചെയ്യണമെന്നില്ല, നമുക്ക് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് വെച്ചാൽ മതി, കാരണം കീ സ്ട്രോക്ക് ആണല്ലോ. അപ്പോൾ ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫോർഡ് മസ്താങ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്തു.
അല്ലേ, MUST വരെ വരുള്ളൂ. കാരണം എന്ന് വെച്ചാൽ AN ചെയ്ത് വന്നിട്ട് അത് ഓട്ടോമാറ്റിക്കലി വന്നതാണല്ലേ. അപ്പോൾ നമുക്ക് അതുവരെയുള്ള ക്യാപ്ചർ ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. ഇവിടെ keyscan_dump എന്ന് പറഞ്ഞ കമാൻഡ് കൊടുക്കുക. ഡംപ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ അവിടെ ടൈപ്പ് ചെയ്ത ഓരോ കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അൺനോൺ ആയിട്ടുള്ള ലിങ്ക്സ്, അതേപോലെ തന്നെ ഇമേജസ്, PDF കാര്യങ്ങളെല്ലാം ഓപ്പൺ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ഇതെല്ലാം കൊണ്ടാണ്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളെന്താ ചെയ്തത്, ജസ്റ്റ് ഒരു ഇമേജ് ഓപ്പൺ ചെയ്തു. ഇമേജ് ആണെന്ന് കണ്ടതുകൊണ്ടാണ് ഓപ്പൺ ചെയ്യുന്നതല്ലേ. ഇമേജ് ഓപ്പൺ ചെയ്ത സമയത്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ആപ്ലിക്കേഷനാണ് അവിടെ എക്സിക്യൂട്ട് ആയത്. ആ എക്സിക്യൂട്ട് ചെയ്ത ആപ്ലിക്കേഷൻ്റെ ബേസിസിലാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഈ ഒരു കാളി മെഷീനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ നാളെ മുതൽ എല്ലാ സിസ്റ്റംസും നമുക്ക് ഹാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. പക്ഷേങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒരു എഡ്യൂക്കേഷണൽ വീഡിയോ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ കോംപ്ലക്സിറ്റി എന്താണെന്നുള്ളത്. അപ്പം ജസ്റ്റ് ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതേപോലെ ഒരു നല്ലൊരു പവർഫുള്ളായ ഒരു ആപ്ലിക്കേഷൻ അതിൻ്റെ ബാക്കിൽ അറ്റാച്ച് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഫയൽ സൈസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചെറിയ സൈസാണ് വരുന്നത്, വലിയ MB കണക്കിനോ അല്ലെങ്കിൽ GB കണക്കിലുള്ള സൈസുള്ള ഫയലൊന്നുമല്ല. അത് ജസ്റ്റ് KB സൈസിൽ വരുന്ന ഒരു ആപ്ലിക്കേഷനാണ് അറ്റാച്ച് ചെയ്യുന്നത് ഇമേജിൻ്റെ കൂടെ. അപ്പോൾ ആ ഒരു ഇമേജ് മതിയാവും നമ്മളെ ഡാറ്റ ആക്സസ് കാര്യങ്ങളെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ യൂസ് ചെയ്ത ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ കുറേ ലിമിറ്റേഷനുള്ള ഒരു ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ നമ്മൾ നിലവിലുള്ള സെക്യൂരിറ്റി സിസ്റ്റംസ് എല്ലാം ഇതെല്ലാം ബ്ലോക്ക് ചെയ്യും. പക്ഷേങ്കിൽ എന്നാലും അതിനെ ബൈപ്പാസ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള കുറച്ചും കൂടി സ്ട്രോങ്ങർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണെങ്കിൽ നമ്മൾ ഇതേ സെയിം കേസ് തന്നെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത്. കാരണം അവർക്ക് കംപ്ലീറ്റ് ആക്സസ് നമ്മൾ ഒരു ഒറ്റ ക്ലിക്കിലൂടെ കംപ്ലീറ്റ് ആക്സസ് നമുക്കവിടെ കൊടുക്കാം. നമ്മൾ കംപ്ലീറ്റ് ആക്സസ് അവിടെ കിട്ടുകയും ചെയ്യും. പിന്നെ VNC പോലത്തെ കമാൻഡെല്ലാം വെച്ച് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻ ആക്സസ് മൊത്തമായിട്ട് കിട്ടും. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവർക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ എല്ലാം കോംപ്ലക്സിറ്റി കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മൾ 98% വ്യൂവേഴ്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.